الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. صدق الله مولانا العظيم. لا يشكر الله من لا يشكر الناس. صدق نبينا رسول الله. ബഹുമാന മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും നന്മകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും നമുക്ക് സന്തോഷവും വിജയവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഭൗതിക ലോകത്ത് വിജയവും പരാജയവും, ഉയർച്ചയും താഴ്ചയും, സമ്പന്നതയും ദാരിദ്ര്യവും ഒക്കെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യരും ഒരേ കാറ്റഗറിയിലാവുക, എല്ലാവർക്കും ഭൗതിക സുഖങ്ങൾ ഒരുപോലെയാവുക, സൗകര്യങ്ങൾ ഒരുപോലെ കിട്ടുക, അത് സാധ്യമല്ലാത്തൊരു ലോകമാണ് ഈ ഭൗതിക ലോകം. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങളിൽ മനുഷ്യൻ കഴിയുമ്പോൾ ഒരാളും ഒരാളെ ചെറുതായി കാണുകയോ, അല്ലെങ്കിൽ ഒരാളും അവനവന് കിട്ടിയത് എന്തെങ്കിലും കൂടുതൽ അഹംഭാവം കൊള്ളുകയോ, അല്ലെങ്കിൽ കുറഞ്ഞുപോയത് എന്തെങ്കിലും പരിതാപം പറയുകയോ ചെയ്യുന്ന ഒരു രീതിയും സ്വഭാവവും മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഉത്തമമായ ഉപദേശം. അതാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത് ഇന്ന് കേൾപ്പിക്കാനുള്ളത്. മനുഷ്യർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു മനോനിലയുണ്ട്. ആ മനോനിലയെ വിശദമാക്കുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ഫജ്റിന്റെ 15ഉം 16ഉം ആയത്തുകൾ. അതിൽ പറയുന്നത്, മനുഷ്യൻ അവനെ അല്ലാഹു തആല പരീക്ഷിച്ചാൽ എന്നാ പറയുന്നത്. അവനെ അല്ലാഹു പരീക്ഷിച്ചാൽ, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഭൗതികമായിട്ടുള്ള കുറെ സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുത്തു, നിഅ്മത്തുകൾ കൊടുത്തു. അപ്പൊ മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, എന്നെ എന്റെ പടച്ചോൻ ആദരിച്ചിട്ടുണ്ട്, ഞാൻ നല്ലത് ചെയ്തുകൊണ്ട് എനിക്ക് പടച്ചോൻ തന്നിട്ടുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, അതുകൊണ്ട് പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നിങ്ങനെ ഓന്റെ പ്രവർത്തനത്തിന്റെ ഗുണഫലമായിട്ട് അവൻ അതിനങ്ങനെ അവതരിപ്പിക്കും മനുഷ്യൻ. നേരെ മറിച്ചാണ് പടച്ചവന്റെ പരീക്ഷണമെങ്കിലോ, അവനിക്ക് ദുനിയാവിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് മൊത്തമാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്ക് കുറച്ചൊരു ഇടുക്കമുള്ളതാണ്, അത്ര വിശാലമല്ല, കുറച്ച് പ്രയാസം, ദാരിദ്ര്യം, കഷ്ടപ്പാട് ഇങ്ങനെ വരുമ്പോ അവൻ പറയും, റബ്ബി അഹാന, എന്നെ പടച്ചോൻ അവഗണിച്ചാണ്, എന്നെ പടച്ചോൻ മോശക്കാരനാക്കി കളഞ്ഞു, എന്നെ പടച്ചോനെ ഈ നിലയിലാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പടച്ചവനെ കുറ്റം പറയുന്ന ഒരു രീതി. ഇങ്ങനെയുള്ള മനോനിലയാണ് മനുഷ്യനുള്ളത്. ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ല. അവിടെ രണ്ട് കൂട്ടരും ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആള് മനസ്സിലാക്കണം, ഇത് ഓന്റെ വ്യക്തിത്വ പ്രഭാവം കൊണ്ട് കിട്ടിയത് എന്നല്ല, അത് അല്ലാഹു തആല പരീക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കണം. സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ളതിനെ പറ്റിയും ഖുർആൻ പറഞ്ഞ പരീക്ഷണം എന്നാണ്. സൗകര്യങ്ങൾ കുറക്കുക എന്നുള്ളതിനും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണം. സ്വത്തും സൗകര്യങ്ങളും തന്നു എന്നുള്ളത് മികവായിട്ടല്ല കാണുന്നത്,
പരീക്ഷണമായിട്ട് കാണണം. അതേസമയത്ത് സ്വത്തും സൗകര്യങ്ങളും കുറയുക എന്നുള്ളത് എന്തായിട്ട് കാണരുത്? പടച്ചവന്റെ അവഗണന എന്നുള്ള നിലക്ക് കാണരുത്, പരീക്ഷണം എന്നുള്ള നിലക്ക് കാണരുത്. പരീക്ഷകൾ പലതാണ്, അതിന് വിജയിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ സ്വത്തും സൗകര്യം ഉള്ള ആളുകൾ വളരെ ഭക്തിയോടുകൂടി അവർ ഭയപ്പെടണം, ഇതെങ്ങാനും എന്റെ നാശത്തിന് കാരണമായേക്കുമോ എന്ന് പേടിക്കണം. അതുകൊണ്ട് സ്വത്തും സൗകര്യങ്ങളും പടച്ചവൻ കൽപ്പിച്ച പ്രകാരം അത് ഉപയോഗിക്കാൻ ശ്രദ്ധ ഉണ്ടാവണം. പടച്ചവനോട് നന്ദി കാണിക്കണം, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് കഴിയണം. അതേ സമയത്ത് സുഖവും സൗകര്യങ്ങളും സ്വത്തും സംവിധാനങ്ങളും ഒന്നും ഇല്ല, കുറവാണ് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഇത് അല്ലാഹു തആല നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ്. ഒരുപക്ഷെ സ്വന്തം കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ വഴിതെറ്റിപ്പോയേനെ. എനിക്ക് സൗകര്യം കൂടിയാൽ ഞാൻ പടച്ചോനെ മറന്ന് ജീവിച്ചു പോകും. അതുകൊണ്ടായിരിക്കും പടച്ചോൻ എന്നെ ഈ രൂപത്തിൽ ഒരു അളവിൽ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ റബ്ബിലേക്ക് വിനയപ്പെടട്ടെ. രണ്ടും പരീക്ഷണമായിട്ട് കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റം കാണാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാവങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗം, അവരെ മാറ്റിക്കൊണ്ടുവന്നിട്ട് പണക്കാരനാക്കിയിട്ട് സമത്തിൽ ഈ ദുനിയാവിൽ കൊണ്ടിറക്കാൻ കഴിയില്ല. ഇപ്പോ ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് അതിദരിദ്രരായിട്ടുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ട് അതിദരിദ്രർ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റിക്കൊടുക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത. അപ്പൊ അങ്ങനെ ഓരോന്ന് കാറ്റഗറി. പക്ഷെ എങ്കിലും പൂർണ്ണമായിട്ട് ഈ താഴ്ചയും ഉയർച്ചയും ലെവലാക്കാൻ കഴിയില്ല. റോഡിലും കൂടുകൂടിയും തീർക്കുമ്പോൾ തീർക്കാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ പടച്ചവൻ വെച്ചിട്ടുള്ള ഒരു രീതി രൂപമാണ് എന്നുള്ളത്. അത് മാറ്റാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ബുദ്ധിപരമായി ഈമാനികമായി നമ്മൾ ഉണർത്ത് പ്രവർത്തിക്കണം എന്നതാണ് അതിന് പരിഹാരമായി കാണുന്നത്. ബഹുമാനപ്പെട്ടവർ പറയാം, ദരിദ്രന്മാരായ ആളുകൾക്ക് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, അവർ പരമാവധി ക്ഷമിക്കണം. രണ്ട്, അവർക്ക് കിട്ടിയതിൽ അവർ സംതൃപ്തരാകണം. എനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ കണക്കാക്കിയത് ഇതാണ്, എനിക്ക് ഓടുത്ത വരാം, ഇതാണ് അല്ലാഹു എനിക്ക് കണക്കാക്കി, അല്ലെങ്കിൽ എനിക്കുള്ള സൗകര്യങ്ങൾ ഇത്രയാണ്, ഇതാണ് റബ്ബ് കണക്കാക്കിയത്, അതാണ് എനിക്ക് അഭികാമ്യം എന്നുള്ള നിലയിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദരിദ്ര സമൂഹത്തെ പ്രത്യേകം വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓ ദരിദ്ര സമൂഹമേ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എടുത്തു കൊടുക്കണം. പടച്ചവനോടുള്ള തൃപ്തിയെ എടുത്തു കൊടുക്കണം. ദരിദ്ര സമൂഹമേ, നിങ്ങൾ പടച്ചവനോടുള്ള തൃപ്തി നിങ്ങളുടെ മനസ്സിൽ എടുത്തു കൊടുക്കണം. ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ ഈ തീരുമാനത്തെ നിങ്ങൾ തൃപ്തിപ്പെടണം. എങ്കിൽ ബെനിഫിറ്റ് എന്താണ്? നിങ്ങളുടെ ഈ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും അല്ലാഹു തരുന്ന പ്രതിഫലം വലുതാണ്. ആ പ്രതിഫലം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോഴൊക്കെ നമ്മുടെ കാര്യം നിറവേറ്റാൻ സംഭാവനകൾ സ്വീകരിക്കേണ്ടി വരും, പിരിവൊക്കെ എടുക്കേണ്ടി വരും. സുഖേട് മാറാൻ, ആശുപത്രി കൊടുക്കാൻ, അങ്ങനെ പലരും ചിലപ്പോൾ ഇവിടെ തന്നെ എത്രയോ പിരിവ് നമ്മൾ നടത്തുന്നത്. ഇതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കേണ്ടി വരുമ്പോൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറയുന്നത് കാണുന്നത്. അവർ കുറെ മര്യാദകൾ അവർക്ക് പാലിക്കേണ്ടതുണ്ട്. ഒന്ന് അയ്യക്കൂലി ശാന്തവല്ലില്ല, ഒന്ന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ എന്ന് പറയണം. ആദ്യമായിട്ട് അത് വേണം. ആരെങ്കിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പാണ് ഇയാളിലൂടെ കിട്ടിയത് എന്ന്, അള്ളാന്റെ അനുഗ്രഹമാണ് കിട്ടിയതെന്ന് ഓർമ്മ വേണം. അതോടൊപ്പം വലിമൻ അസ്ദാ ഇലൈഹി മഅറൂഫൻ മിൻ ഇബാദില്ലാഹ്, അള്ളാന്റെ അടിമകളിൽപ്പെട്ടവർ ഇവർക്ക് ആരെങ്കിലും സഹായം നീട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളോടും നന്ദി കാണിക്കണം, തന്നവരോടും നന്ദി ഉണ്ടാവണം. ഹദീസിൽ കാണുന്നു, അള്ളാഹ്ക്ക് നന്ദി ചെയ്യൂല, ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കൂല. അപ്പൊ മനുഷ്യർ ചെയ്താലും എന്ത് തന്നാലും ഒരു നന്ദി പറയാൻ, ഒരു താങ്ക്സ് പറയാൻ നമ്മളെ മറക്കാൻ പാടില്ല. തൽക്കാലം ഓഫീസിലെത്തിയപ്പോ ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് ഒരു പേന ആവശ്യം വന്നു. നമ്മുടെ പോക്കറ്റിൽ പേനയില്ല. അടുത്തിരിക്കുന്ന ആളുടെ പോക്കറ്റിൽ കാണുന്ന പേനയൊന്നും തൽക്കാലം ചോദിച്ചു. ഒരു ഒപ്പിട് മാത്രം ആ പേന ഉപയോഗപ്പെടുത്തി തിരിച്ചു കൊടുക്കാൻ. അതുപോലെ നമ്മൾ നിസ്സാരായി കാണരുത്. പറയണം, നന്ദി പറയണം, താങ്ക്സ് പറയണം.
വളരെ സന്തോഷമുണ്ടോ, നന്ദി, ഉപകാരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നന്ദി വാക്ക് അവരോട് അത് ഹൃദയത്തിൽ നിന്നാവണം. കാരണം അതില്ലെങ്കിൽ ഉള്ള പ്രയാസം എത്രയാണ്. ചെറിയ ഒരു ഒപ്പിടാനുള്ള പേനയാണെങ്കിൽ പോലും അതൊരു വേണ്ട സമയത്ത് കിട്ടാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് എത്രയാണ്. അപ്പോ ഏത് കാര്യം ആര് ചെയ്തു തന്നാലും നന്ദി കാണിക്കണം. തനിക്ക് ഉപകാരം ചെയ്തവരെ കുറിച്ച് പുകഴ്ത്തി പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. ഒക്കെ നന്ദിയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവം അത് വേണം. അതേ സമയത്ത് വലായംബഗീലഹു, ഒരു ദരിദ്രന്മാർക്ക് യോജിച്ചതല്ല ആക്ഷേപം പറയാം, കുറ്റം പറയാം. ആരെങ്കിലും ചിലപ്പോൾ ഒന്നും കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കാത്തവ കുറ്റം പറയാം. എത്ര ആളുണ്ട് ഈ പിരിവിന് വരുമ്പോൾ ഇപ്പുറം വന്നിട്ട് അപ്പുറത്തോടെ കുറ്റം പറയാം. ഓന് എത്ര ഭക്ഷണം കൊടുത്ത നേരത്തെ 5 പൈസ വന്നിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ആർട്ടിസാന്മാരായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മനസ്സിലാണ്. അപ്പൊ കൊടുക്കാത്ത ആളെ കുറ്റം പറയാൻ ഒരുപക്ഷെ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ, ഇയാൾക്കറിയാം. അയാൾ കൊടുക്കുന്ന ആളെ പക്ഷെ ഇപ്പൊ എന്തോ കൊടുക്കാതിരിക്കാൻ തക്കതായ എന്തെങ്കിലും തരം കാരണങ്ങൾ ഉണ്ടാവും. ഇത് മനസ്സിലാക്കാതെയാണ് പറയാം. എന്താ അയാൾക്ക് കൊടുത്താൽ വലിയ വലിയ കെട്ടിടങ്ങളില്ല, അയാൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയും. ഇതൊന്നും പറയാൻ നമുക്ക് അനുവദനീയമായതല്ല. അത് അങ്ങേയറ്റം ആക്ഷേപാർഹമായ ഒരു സ്വഭാവമാണ്, അത് ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ആളാരാണ്? കൊടുക്കുന്ന ആളും കൊടുക്കാതിരിക്കുന്ന ആളൊക്കെ ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ അന്ന് നമുക്ക് കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അയാളിൽ നിന്ന് കിട്ടാത്തത് എന്നേ ചിന്തിക്കാവൂ, എന്നല്ലത് അയാളെ കുറ്റപ്പെടുത്തരുത്. അതുപോലെ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെ മുന്നിൽ വന്നിരിക്കുക. എന്താ ഞാനിവിടെ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും തന്നാളെ ചോദിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും തരണമെന്നുള്ള തന്നെ വന്നിരിക്കുക. അപ്പൊ കിട്ടുന്ന ചലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ തലയും കാട്ടി ഇങ്ങനെ നിൽക്കുന്ന പരിപാടി, അതൊന്നും ശരിയല്ല. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, അഴത്താനി ഫുലാൻ ഇവിടെ വന്നിട്ട് പറയും, ഞാൻ ആ ആചാര്യടുത്ത് പോയി, എനിക്ക് ഇഷ്ടം, ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നായിട്ട് ഒരു കെട്ടെടുത്ത് തന്നെന്നൊക്കെ പറയും. ഓഹുവൊക്കെ ആദ്യം കളവ് പറയാണ്. എന്തിനാ? അയാൾ വലിയ പൈസ കൊടുത്തു ഇയാളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുക്കുമല്ലോ, മോശാക്കൂലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള തക്കിടി, പച്ചക്കള്ളം. തരാത്തത് തന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പിരിവ് ചോദിക്കുക. ഇതുപോലെ തന്നെ പാടില്ല. എന്ന് പറയാം. ചില ആളുകളുടെ വന്നിട്ട് പറയാം, നേരം വെളുത്ത് ഇത്രയും സമയമായി ഒരാളും എനിക്ക് ഒരു 5 പൈസ തന്നില്ല, ഒരു ചായക്കുള്ള പൈസ പോലും ഇന്ന് കിട്ടിയിട്ടില്ല, എന്തെങ്കിലും തന്നിട്ട് വരുന്നതാണ്. എനിക്ക് ഒന്നും തന്നിട്ടില്ല. വാസ്തവത്തിൽ ഒരാളെ പറ്റി പറയാൻ അയാളടുത്ത് ഞാൻ പോയി എന്നെ വെറുകയോടെ മടക്കി, അയാൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തത് കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ പറയാം, കൊടുത്തത് മറച്ചു വെച്ചിട്ട് പറയാം. ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ പാടില്ലാത്ത കാര്യം മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു ഓർക്ക് കൊടുത്ത ഗുണങ്ങളും സൗകര്യങ്ങളും അത് മറച്ചു വെച്ചിട്ട് പറയാൻ എനിക്ക് വരല്ല, എൻ്റെ പെണ്ണുങ്ങൾക്ക് തീരെ സുഖമല്ല, മക്കൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുത്ത നിഅമത്തിനെ മറച്ചു വെച്ചിട്ട് പറയാം. അയാൾ വന്നിട്ട് പറയാം, എനിക്ക് വരല്ല ഉസ്താദേ, ഞാൻ വാടകമുറിയിലാണ് താമസിക്കുന്നത്. അയാൾ വാടകമുറിയിലായത് എന്തുകൊണ്ടാണ്? വലിയ പോലെ കെട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം വാടകയിൽ ഇരിക്കുകയാണ്. അയാൾക്ക് ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട്, വീടുണ്ടാക്കാനുള്ള സ്ഥലമുണ്ട്, പണിക്ക് അയാൾ പോകാനുണ്ട്, എന്നിട്ട് വാടക മുറിയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാരണം. അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഇയാൾക്ക് വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല, കഷ്ടപ്പാടാണ്. അപ്പൊ അല്ലാഹു കൊടുത്ത നിഅമത്ത് മറച്ചു വെച്ചിട്ട് വെച്ചിരിക്കുക, ഇതൊക്കെ പാടില്ലാത്തതാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നില്ലെങ്കിൽ എത്ര നല്ല ഉപദേശമാണ് മഹാനവറുകൾ തരുന്നത്. പക്ഷെ ഒരു കാര്യം മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ബേജാറ് വേണ്ട, കൊടുക്കുന്നൊരു ബേജാറാകണ്ട. കളവ് പറഞ്ഞിട്ടോ കബളിപ്പിച്ചിട്ടോ വല്ലതും ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയവനാണ് കുറ്റക്കാരൻ, കൊടുത്തോനല്ല. കൊടുത്തോർക്ക് പുറത്തോന്റെ കൂലി കൊടുക്കും. പിന്നെ വാങ്ങുന്നവനാണ് ആ മര്യാദ പാലിക്കേണ്ടത്. നമുക്കൊരു അത്യാവശ്യം വന്നാൽ പിരിവെടുക്കേണ്ടി വന്നാൽ എടുക്കാം, പക്ഷേ ആ അത്യാവശ്യം കഴിഞ്ഞാൽ അതോടുകൂടി എന്താക്കണം, നിർത്തുകയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ കമ്മിറ്റിന്റെ കത്തുമായിട്ട് വരും. ഈ കത്ത് പണ്ടേതോ കാലമുള്ളതാണ്, അത് ഇടക്കിടക്ക് ഡേറ്റ് മാറ്റിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്, എന്നിട്ട് അതിങ്ങനെ വരികയാണ്. പുതിയ പുതിയ കല്യാണ മോളം കെട്ടിക്കാനെ കൊരണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പച്ച കള്ളം കണ്ടമാനം വരുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുപോലെ ചില ആളുകളൊക്കെ പിരിവ് ചോദിക്കുമ്പോൾ ഈ സംഭാവനക്ക് വേണ്ടി വന്നാല് ചോദിച്ചാൽ മടക്കാൻ പറ്റാത്ത സാഹചര്യം നോക്കിയിട്ട് വന്നിട്ട് ചോദിക്കും. ആളെ ഇടയിൽ വന്നിട്ട് ചോദിച്ചു,
ആളിടയിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ ആചാർക്ക് നാണക്കേടാവില്ല, ഇയാൾ ഇത്രയും പരസ്യമായിട്ട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കാതിരുന്ന മറ്റോരെന്ത് കരുതും എന്ന് വിചാരിച്ച് കൊടുക്കേണ്ടിയാണ്. ഇങ്ങനെ ചില ആളുകൾ കിട്ടിയിട്ടുള്ള ചോദ്യം, ആ ചോദ്യങ്ങളൊന്നും ശരിയായ രീതിയല്ല. അത് മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടി കിട്ടിയതാണ് നമ്മൾ വാങ്ങേണ്ടത്. ഒരാളുടെ സംതൃപ്തിയോടെ തരുന്ന സാഹചര്യമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ള പാഠം കൂടി മഹാനവറുകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ നല്ലവരാക്കി തരണം റഹ്മാനെ. ഒരാളുടെ മുമ്പിലും കൈകാട്ടി യാചിച്ച് ജീവിക്കേണ്ട ഗതിയിൽ ഞങ്ങളെ ആരെയും അകപ്പെടുത്തരുത് റഹ്മാനെ. അന്തസ്സോടുകൂടിയുള്ള ജീവിതം, ഈമാനോടുകൂടിയുള്ള മരണം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വിചാരണയ്ക്ക് വിധേയമാവുകയും ഇതുപോലുള്ള കുറ്റവിചാരണയ്ക്ക് ഏർപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കരുതേ അല്ലാഹുവേ. ഹിസാബ് എളുപ്പം ചെയ്യപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗാവകാശങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.